നല്ല നാളേക്ക് വേണ്ടി ചില കാര്യങ്ങൾ പരിശീലിച്ചിട്ട് മതി സ്കൂളിലെ മറ്റു പഠനമൊക്കെ എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ജൂൺ 2-ന് ക്ലാസുകൾ തുടങ്ങിയാലും ആദ്യ 2 ആഴ്ച ലഹരി വിരുദ്ധത മുതൽ റോഡ് നിയമങ്ങൾ വരെ പഠിപ്പിക്കും. 2 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പൗരബോധത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇക്കൊല്ലം തുടങ്ങുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. കൈയടിക്കേണ്ട കാര്യമാണെങ്കിലും 1 മണിക്കൂർ മാത്രം ഓരോ വിഷയത്തെക്കുറിച്ചും പറഞ്ഞ് പരിഹരിക്കാവുന്നതാണോ കാര്യങ്ങളെന്ന് കണ്ടറിയണം. എങ്കിലും നല്ലൊരു തുടക്കമാണിത്. പാളിച്ചകൾ ഉണ്ടെങ്കിൽ തിരുത്താമല്ലോ. എന്തായാലും മാർക്ക് വാങ്ങാനും തൊഴിലന്വേഷിക്കാനും പണമുണ്ടാക്കാനുമുള്ള അഭ്യാസങ്ങൾക്കപ്പുറം ജീവിതത്തെ പരിഷ്കരിക്കാത്ത നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 2 ആഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. നിയമബോധം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പൊതുബോധം, ലഹരിക്കെതിരെയുള്ള അവബോധം, സൈബർ അവബോധം, പൊതുനിരത്തിലെ നിയമങ്ങൾ, ആരോഗ്യം, പൊതുമുതൽ സംരക്ഷണം, പരസ്പര സഹകരണം, റാഗിംഗ് വിരുദ്ധത തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ജൂൺ 3 മുതൽ 13 വരെയാണ് ദിവസവും 1 മണിക്കൂർ ക്ലാസുകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. അവിടെയാണ് ഇത് വെറും പ്രഹസനമായി മാറുമോ എന്ന് സംശയമുള്ളത്. ഉദാഹരണത്തിന്, വർഷാദ്യം 1 മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ തീരുന്നതാണോ കേരളത്തെ അടിമുടി ഗ്രസിച്ച ലഹരി പ്രതിസന്ധി? അതുപോലെ വ്യക്തി പരിസര ശുചിത്വത്തെക്കുറിച്ച് 1 മണിക്കൂർ ഉപദേശമാണോ ദിവസവുമുള്ള പരിശീലനമാണോ വേണ്ടത്? ഇത്തരം ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകൾ രൂക്ഷമായതോടെ പ്രതിരോധം സ്കൂളുകളിൽ നിന്ന് തുടങ്ങണമെന്നും പല കോണുകളിൽ നിന്നും നിർദ്ദേശങ്ങളുണ്ടായി. സർക്കാർ അത് അംഗീകരിച്ചു. പക്ഷേ ആവശ്യത്തിന് ഗൃഹപാഠം നടത്തിയതായി തോന്നുന്നില്ല. സമൂഹത്തിലെ സകല വിപത്തുകളെയും ചെറുക്കാൻ ഒരു അധ്യയന വർഷത്തിൽ 10 മണിക്കൂർ മതിയാകുമോ എന്ന് സർക്കാർ പോലും ആലോചിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ജപ്പാനിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളമേറെ ചർച്ച ചെയ്തതാണ്. അവിടെ ക്ലാസുകളിൽ ശുചിത്വം അധ്യാപകന്റെ പ്രസംഗമല്ല. രാവിലെ സ്കൂളിലെത്തിയാൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് പുറത്ത് വിദ്യാർത്ഥിയുടെ പേരെഴുതിയ ബോക്സിൽ വെക്കണം. ക്ലാസ്സിൽ വേറെ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ചെരുപ്പ് സൂക്ഷിക്കുന്ന പെട്ടി വീട്ടിൽ കൊണ്ടുപോയി ശുചിയാക്കണം. ഓരോ ദിവസവും ക്ലാസ് മുറി വൃത്തിയാക്കിയ ശേഷമാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പോലും വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ വിദ്യാഭ്യാസ കാലത്ത് ശുചിത്വം പഠിച്ചിട്ടുള്ള മാതാപിതാക്കൾ വീട്ടിലും കുട്ടികളെ നിരീക്ഷിക്കും. ആര് കണ്ടാലും ഇല്ലെങ്കിലും പൊതുനിരത്തിലോ കളിസ്ഥലങ്ങളിലോ വീടുകളിലോ അവർ മാലിന്യം വലിച്ചെറിയില്ല. കേരളത്തിൽ വീടുകളിലെ മാലിന്യം പൊതിഞ്ഞുകെട്ടി ആളില്ലാ സ്ഥലം നോക്കി നടക്കുന്നവർ ആയിരക്കണക്കിനാണ്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സന്ധ്യ മയങ്ങിയാൽ ജപ്പാനിൽ തനിച്ച് പുറത്തിറങ്ങി നടക്കാനാവില്ലെന്നാണ് അറിയുന്നത്. പൊതുനിരത്തിൽ കുട്ടികൾ വീട്ടിൽ പോകാനുള്ള അലാറം മുഴങ്ങും. ചീത്ത കൂട്ടുകെട്ടുകളും ലഹരി സാധ്യതകളുമൊക്കെ ഒഴിവാക്കാനും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുമൊക്കെ അത് ഉപകരിക്കും. മിക്ക വിദേശ രാജ്യങ്ങളിലും സൈക്കിൾ പരിശീലനവും നീന്തൽ പരിശീലനവും സ്കൂളുകളിൽ നിർബന്ധമാണ്. കേരളത്തിൽ നീന്തൽ അറിയാത്തതിനാൽ ജലാശയങ്ങളിൽ മുങ്ങിമരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേരളത്തിലെ സ്കൂളുകളിൽ പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്കാണ് അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. ലോകമെങ്ങും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് ബാല്യത്തിലെ നൽകുന്ന പ്രായോഗിക ബോധമാണ്. ആ ബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇത്രയും സുപ്രധാനമായ ഒരു കാര്യം ഫാസ്റ്റ് ഫുഡ് കൊടുക്കുന്ന ലാഘവത്തോടെയുള്ള എളുപ്പക്രിയ ആകില്ലായിരുന്നു. മറ്റൊന്ന്, ഇത്തരം കാര്യങ്ങളിൽ സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളും ശ്രദ്ധേയമായ ഒരു മാതൃകയും കാണിച്ചിട്ടില്ല എന്നതാണ്. അതായത് 1-ാം നമ്പർ എന്ന പൊങ്ങച്ച പ്രസംഗം ഒഴിച്ചാൽ വിദേശ മാതൃകകൾ കണ്ടുപഠിക്കേണ്ട സ്ഥിതിയിൽ കേരളത്തെ കെട്ടിയിടുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. എന്തായാലും നല്ല പരിഷ്കാരങ്ങളാണ് അടുത്ത അധ്യയന വർഷം തുടങ്ങാനിരിക്കുന്നത്. പക്ഷേ ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുമുണ്ട്. ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. വിക്ടർ യൂഗോ പറയുന്നത് പോലെ, സ്കൂളിന്റെ വാതിൽ തുറക്കുന്നവർ ജയിലിന്റെ വാതിൽ അടയ്ക്കുകയാണ്.